നമസ്കാരം. ന്യൂസ് ഇന്ത്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ബി.ജെ.പിയുടെ സംഘടനാ തലത്തിൽ മാത്രമല്ല രാഷ്ട്രീയ തലത്തിലും വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ കേരളത്തെ കാണുന്നത്. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം പലതരത്തിലുള്ള വികസനോന്മുഖമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടിയുള്ള ചർച്ചകളും അത്തരത്തിലുള്ള വികസനം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വികസനത്തിന് നിർണായകത്വം വഹിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള നേതാക്കന്മാരെ ബി.ജെ.പിയിലേക്ക് അടുപ്പിക്കുവാനുള്ള ശ്രമങ്ങളുമൊക്കെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ശശി തരൂർ എന്ന് പറയുന്ന ഒരു നേതാവ് ബി.ജെ.പിയുടെ കടന്നു വരുന്നത് ബി.ജെ.പിയുടെ സംസ്ഥാനത്തിലെ സംഘടനാ തലത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു പ്രതിഭാധനനായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റിനെ പോലെ തന്നെ ഒരു പ്രതിഭാധനനായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ശശി തരൂർ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്തുമാകട്ടെ, പക്ഷേ അദ്ദേഹം ഇപ്പോൾ പ്രദാനം ചെയ്യുന്ന ഒരു ശൈലിയുണ്ട്. ആ ശൈലിയാണ് അദ്ദേഹത്തെ ബി.ജെ.പിക്ക് അടുപ്പിക്കുന്നതും കോൺഗ്രസ് ഇന്ന് അകറ്റുന്നതും. 4 പ്രാവശ്യം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഒരു നേതാവെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് കാര്യമായ പരിഗണനകളൊന്നും തന്നെ മന്ത്രിസഭയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലോ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഏകദേശം അദ്ദേഹം ഒരു പ്രായം ആധിക്യത്തിലേക്ക് കടന്നു പോകുന്ന ഒരു സമയം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിത സാഹിത്യ ലോകപരിചയങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാധ്യതകൾ അദ്ദേഹത്തിന് കോൺഗ്രസ് നൽകിയില്ല. മൻമോഹൻ സിംഗ് ആണ് അദ്ദേഹത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് അടുപ്പിക്കുന്നതിന് കാരണക്കാരനായിട്ടുള്ള ഒരു നേതാവ്. പക്ഷേ സോണിയാഗാന്ധിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു നേതാവായിരുന്നില്ല. എന്നും തിരുത്തൽ ശക്തിയായി മാത്രം നിലകൊള്ളുന്ന ഒരു നേതാവെന്ന നിലയ്ക്ക് എല്ലാവരുടെയും കണ്ണിലെ കരടായിരുന്നു ശശി തരൂർ. അതിനൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ശശി തരൂരിൻ്റെ കാര്യപ്രാപ്തിയെ ഉൾക്കൊള്ളുവാൻ, അദ്ദേഹത്തിൻ്റെ അറിവിനെയും അനുഭവപരിചയത്തെയും ഉൾക്കൊള്ളാൻ മാത്രമുള്ള ഒരു വ്യാപ്തി കോൺഗ്രസിലില്ല. മാത്രമല്ല ശശി തരൂരിനെ പോലെയുള്ള ഒരു നേതാവ് കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഭൈമീ കാമുകന്മാരായിട്ടുള്ള പല ആളുകൾക്കും അവരുടെ അവസരങ്ങളും സ്ഥാനങ്ങളും നഷ്ടപ്പെടുമെന്നുള്ള ഒരു പൊതുധാരണയും പൊതുബോധവുമാണ് എല്ലാവരെയും ഒറ്റക്കെട്ടായി ശശി തരൂരിൻ്റെ വിരുദ്ധപാളയത്തിൽ അണിനിരത്താനും പടപ്പുറപ്പാട് ഉണ്ടാക്കാനുമുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. കേരളത്തിൽ ഇന്ന് കോൺഗ്രസ് നേതാക്കന്മാരിൽ ഇത്രയും അനുഭവപരിചയമുള്ള ഒരു നേതാവിനെ കണ്ടെത്താനായിട്ട് വളരെ സാധ്യത കുറവാണ്. ആനപ്പുറത്ത് കുറേ നാൾ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് നല്ല തഴമ്പുള്ള പല ആളുകളും ഉണ്ടെങ്കിലും നാലണയ്ക്ക് പ്രയോജനപ്രദമായിട്ട് ഇല്ലെങ്കിൽ ഒരു പൊതുവേദിയിൽ നിന്ന് ഏതെങ്കിലും ഒരു വിഷയത്തെ അധികരിച്ച് സംസാരിക്കാനോ അതല്ലെങ്കിൽ കേരളത്തിൻ്റെ വികസനോന്മുഖമായ കാഴ്ചപ്പാടിന് ശക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കാനോ ഒന്നും അറിവും പരിചയവുമുള്ള നേതാക്കന്മാരില്ല. കതിറിട്ട് വടി പോലെ എവിടെയെങ്കിലും കുന്തം വിഴുങ്ങിയോ പോലെ നിൽക്കാനെന്നല്ലാതെ നാലാൾ മുമ്പിൽ നാലാൾ അറിയുന്ന രീതിയിൽ നാലണയ്ക്ക് പ്രയോജനമുള്ള എന്തെങ്കിലും ഒരു കാര്യം പറയാനോ അല്ലെങ്കിൽ അത് മുന്നോട്ട് വയ്ക്കാനോ ഒന്നും അവരെ കൊണ്ട് സാധിക്കില്ല. ഇനി ദേശീയ നേതൃത്വത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും കുറേ കടൽക്കിഴവന്മാരും ഒരു കുടുംബക്കാരും തമ്മിലുള്ള കിച്ചൺ ക്യാബിനറ്റ് സംവിധാനമല്ലാതെ അതിനും കാര്യമായ പ്രയോജനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു വളരെ ശക്തമായ മത്സരം കാഴ്ചവെക്കുകയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വോട്ടിംഗ് ശതമാനം നേടാനും ശശി തരൂരിനെ കൊണ്ട് സാധിച്ചു. ഒരുപക്ഷെ ന്യായയുക്തവും നീതിയുക്തവുമായ ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനമായിരുന്നു കോൺഗ്രസിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നുണ്ടായിരുന്ന ദേശീയ പ്രസിഡന്റ് സ്ഥാനത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് വരേണ്ടത് ശശി തരൂർ തന്നെയാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ അടുക്കള സേവ നടത്തുന്ന ഒരു പറ്റം ആളുകളുടെ ഒരു ക്യാബിനറ്റായി കോൺഗ്രസ് അടപ്പതിച്ചതുകൊണ്ടും കുറേ ഉപദേശകന്മാരും കുറേ കാലുതിരുമ്മികളും ഓശാന പാടുന്നവരും എല്ലാം കൂടെ കൂടിയ ഒരു സംവിധാനമായതുകൊണ്ട് തന്നെ ഇനി ഒരു കാലഘട്ടത്തിൽ ഭാരതത്തിൻ്റെ ഭരണചക്രം തിരിക്കാനായിട്ട് അതിൻ്റെ സാരഥ്യം ഏറ്റെടുക്കാനായി ഇത്തരക്കാരൊന്നും കടന്നു വരില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതെല്ലാവരേക്കാളും നന്നായിട്ട് അറിയാവുന്ന ശശി തരൂർ തന്നെയാണ്. അതുകൊണ്ട് തൻ്റെ അഭിലാഷവും അല്ലെങ്കിൽ തൻ്റെ കാഴ്ചപ്പാടും തൻ്റെ അനുഭവപരിചയവും ഒക്കെ ഇനി കോൺഗ്രസിലൂടെ പ്രയോജനപ്പെടുത്താം എന്നുള്ള ഒരു ധാരണയും ശശി തരൂരിനില്ല. മാത്രമല്ല ഡൽഹിയുടെ ഏതെങ്കിലും ഒരു തെരുവോരത്ത് വെച്ച് കണ്ടാൽ പോലും കോൺഗ്രസിലെ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ അല്ലെങ്കിൽ അവർക്ക് സേവ പിടിക്കുന്ന ആരെങ്കിലുമോ കണ്ടാൽ മിണ്ടുക പോലും ഇല്ല.
ആലുവ മണപ്പുറത്ത് ശിവരാത്രിക്ക് കണ്ട പരിചയം പോലും ശശി തരൂരിനോട് കോൺഗ്രസിൽ ഒരു നേതാക്കന്മാരും കാണിക്കാറില്ല. അപ്പൊ ഇനി ഇങ്ങനെ ഒരു പോക്ക് ശശി തരൂരിന് ഗുണം ചെയ്യില്ല എന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിന് ശക്തമായിട്ട് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു വികസനത്തിനും രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്കും ഉതകുന്ന തരത്തിലുള്ള കാഴ്ചപ്പാടുമായിട്ട് അദ്ദേഹം മാറുന്നതും. തീർത്തും ആ ഒരു സംഘടനാ സംവിധാനത്തിൽ ഒറ്റപ്പെട്ടു പോയ ആളും നിരാശനുമാണ് ശശി തരൂർ. അതുകൊണ്ട് തന്നെ BJP തുറന്നിടുന്ന ഒരു വാതിലിലൂടെ അദ്ദേഹം സന്തോഷവാനായി പാർട്ടി സംവിധാനത്തിലേക്ക് കടന്നു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതെന്ന് ആണ് എന്ന് മാത്രമാണ് ഇനി നമ്മൾ ആലോചിക്കേണ്ട ഒരേ ഒരു കാര്യം. പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, അദ്ദേഹം ഇന്ന് പ്രതിദാനം ചെയ്യുന്ന ആ രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഏത് തരത്തിലുള്ള ആരോപണങ്ങളും മാറ്റി നിർത്തിയ ഒരു വ്യക്തിയുടെ കഴിവിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തി പാർട്ടിക്ക് അഥവാ BJPക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. BJPയുടെ ഇപ്പോഴുള്ള പ്രയാണത്തിന് ഒരു ചടുലമായ വേഗത കൈവരിക്കാനും BJPക്ക് അടുപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ വരവ് കൊണ്ട് സാധിക്കുന്ന കാര്യത്തിൽ സംശയം.